നമസ്കാരം. ജയരാജ് സാർ സംവിധാനം ചെയ്ത വീരം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്തവണ ഓൺ ദ സ്പോട്ടിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ വർക്ക് ചെയ്ത ഈവൻ പ്രൊഡ്യൂസർ, ആക്ടർ, ഡയറക്ടർ ഇവരോടൊക്കെ തന്നെ നമുക്ക് അവർ വർക്ക് ചെയ്ത ആളുകളോട് തന്നെ ചോദിക്കാം ആ സിനിമയുടെ മറ്റു വിശേഷങ്ങൾ. നമസ്കാരം. ചന്തു ശേഖറിൻ്റെ കഥ പറയുന്ന വീരം എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ ചന്ദ്രമോഹൻ പിള്ളൈ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്തായാലും സാറും എക്സൈറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് വെഞ്ചർ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദിസ് മൂവി? ഇത് ബേസിക്കലി ഇറ്റ്സ് എ ജയരാജ് മൂവി. അപ്പോൾ 35 വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ഭരതൻ്റെ കൂടെ ജയൻ ജോലി ചെയ്യുന്ന സമയത്ത്. അതെ, അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു സുഹൃത്ത് ബന്ധം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചു. പക്ഷേ ഞാൻ ഖത്തറിലോട്ട് പോയി, ജയരാജ് ഇങ്ങനെ ഫിലിം ഫീൽഡിലോട്ട് പോയി, പിന്നെ കുറച്ച് നാൾ കോണ്ടാക്ട് ഇല്ലാതെ വന്നു. അപ്പോൾ പക്ഷേ ജയരാജ് ഇങ്ങനെ ഫിലിമിൽ വളരുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കൂടുന്ന സമയത്ത് എപ്പോഴും എപ്പോൾ അവധിക്ക് വന്നാലും ഞാൻ ചെന്നൈ പോകുമ്പോൾ അപ്പോൾ എപ്പോഴും സിനിമയായിരുന്നു ഞങ്ങളുടെ ഒരു സംസാര വിഷയം. അപ്പം അന്ന് ജയൻ പറയും, ഇൻഡിപെൻഡൻ്റായിട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫിലിം ചെയ്യണം. അത് നടന്നത് ഇപ്പോഴാണ്, ഓരോ നിമിത്തം പോലെ. അതെ, അത് ഞാൻ ആ ഒറ്റാളിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതിൽ ജയൻ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ഒരു 4 വർഷമായിട്ട് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പ്രൊഡ്യൂസർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നത്, ജയൻ എനിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഞാനാണ് മോഹൻ. അപ്പോൾ ആദ്യം പിടുത്തം കിട്ടിയില്ല, ആരാന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഖത്തറിലാണ്. അപ്പോൾ ചോദിച്ചു കാണാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ കൊച്ചി വരുന്നത്. കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഫിലിം ഫീൽഡിലുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഡിസിഷനിലേക്ക് എത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? അത് സാറിനോടുള്ള വിശ്വാസമായിരിക്കും. അതെ, തീർച്ചയായിട്ടും അതെ. കാര്യം എനിക്ക് ജയനെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഇതൊരു ഭയങ്കര ഇൻ്റർനാഷണൽ ലെവൽ. അപ്പം ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് 3 ലാംഗ്വേജിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ. അപ്പോൾ ഇതിനെപ്പറ്റി സ്ക്രിപ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു വായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പൂജയും ഇതിന്റെ ബാക്കി എല്ലാം ഇവിടെ വെച്ച്. അപ്പോൾ ഇവിടുന്ന് പ്രോജക്റ്റ് ഉണ്ടായി വന്നത് ഇവിടെ വെച്ചാണ്. അതെ, ഇവിടെ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സംരംഭവും ഇവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ സ്ക്രിപ്റ്റിനെ വായിച്ച് കേൾപ്പിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വെൽ പ്ലാൻ, അതായത് നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു രീതി വരെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ കാസ്റ്റ്, അതെ, ബഡ്ജറ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റിനെ സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്നായിരുന്നു തീരുമാനം. പിന്നെ ഐ തിങ്ക് സെപ്റ്റംബർ എൻഡിൽ ഞാൻ വന്ന് കണ്ടു. ഒക്ടോബർ 22 ഇവിടെ പൂജ ചെയ്തു. ഇപ്പോൾ 1 വർഷമായി. ഇപ്പം പുള്ളിയുടെ ഒരു സ്വപ്നം അതിൽ ഞാനൊരു പാർട്ടായി. അല്ല, സാധാരണഗതിയിൽ ഇപ്പം സൗഹൃദം പറഞ്ഞു, സംവിധായകനോടുള്ള വിശ്വാസം പറഞ്ഞു, എന്നാലും പ്രൊഡക്ഷൻ കമ്പനികളും അല്ലെ പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവരുടെ എന്താ പറയുന്നത് ഒരുപാട് വലിയ സ്റ്റാർസിന് അത്തരം ശ്രേണിയിലേക്കാണ് അവരുടെ തീരുമാനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഒരു സംവിധായകനിൽ വിശ്വസിച്ച് മറ്റ് ഇപ്പോൾ ഈവൻ നമ്മുടെ ഇവിടുത്തെ സ്ട്രക്ചറിലാണെങ്കിലും ബോളിവുഡ് സ്ട്രക്ചറിലാണെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർഡം ലെവലിൽ ആക്ടേഴ്സിനെ അല്ല ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് സാർ എത്രമാത്രം? അത് ആദ്യം കേട്ട ദിവസം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പം അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുമായിരുന്നു. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഇപ്പം വടക്കൻ പാട്ടുകളുടെ കഥകൾ, ഇപ്പോൾ വടക്കൻ വീരഗാഥ, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഫ്രഷ്നെസ് വേണം, ഒരു ന്യൂ വേർഷൻ വേണം. ഇത് ടോട്ടലി ടെക്നിക്കലി ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ. ഇതിനകത്ത് 5 പേര് ഹോളിവുഡിൽ നിന്നുള്ളതാണ്. ജെഫ്രോണ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മേക്കപ്പ് മാൻ, അതെ, മേക്കപ്പ് മാൻ, ഫൈറ്റ് കമ്പോസർ അലൻ പോപ്പിൾട്ടൺ, പിന്നെ കളറിസ്റ്റ്, പിന്നെ ഗ്രാഫിക്സ്, ഇത്രയും പേര്. അപ്പോൾ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഇപ്പം ഞാനിതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പറയുന്നതല്ല, ഈ പടം ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കിനൊരു ഫൈനൽ ടച്ച് റിലീസിന് വേണ്ടി റെഡി ആവുകയാണ്. ഇത്രയും ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ളൊരു പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ഇന്ത്യൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു മലയാള സിനിമ ഉണ്ടാക്കിയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് തീർച്ചയായും ഇത് ഞാനിപ്പോൾ ഇപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, ഇതൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഇതൊരു ഇൻ്റർനാഷണൽ ലെവൽ, ഇതൊരു വളരെ വളരെ
ഞാൻ പറഞ്ഞു ജയനോട് പറഞ്ഞു ഇപ്പോൾ ഇതുവരെ കിട്ടിയ അവാർഡൊന്നും അല്ല ഇതൊക്കെ ഇതിലൂടെയൊക്കെ ഒരുപാട് ഇനിയും ഒരുപാട് റീച്ച് ഇതിനുണ്ട്. അപ്പോൾ അതിലോട്ട് ജയൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ സാർ. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ സ്ക്രീനിലേക്ക് ചെല്ലുകയാണ്. അപ്പം വലിയ ഹിറ്റായി, എന്താ പറയുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ നമ്മളുടെ സിനിമയും നമ്മളുടെ സബ്ജക്റ്റും നമ്മുടെ വടക്കും പാട്ടും കളരിപ്പയറ്റും ഒക്കെ ഇന്റർനാഷണൽ ലെവലിലേക്ക്. അതെ, അതായിരുന്നു ആവശ്യം. ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചപ്പം ഇതിൻ്റെ ഈ ആയോധന കല, അതായത് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്, അതിനെ ഒരു പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത്രയും എക്സ്പ്ലോർ ചെയ്തൊരു പടമില്ല, വേറെ ഇല്ല. ഇതിനകത്ത് ഒരു ഡൂപ്പും ഇല്ല. പിന്നെ ഇതിനകത്തുള്ള ഈ ആക്ടേഴ്സ് ഞങ്ങൾ സെലക്ട് ചെയ്ത കാസ്റ്റ് ഏറ്റവും പെർഫെക്റ്റ് ആണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം കുനാൽ കപൂർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് 6 മാസത്തോളം ട്രെയിനിങ് ഇവിടെ വന്ന് കളരിപ്പയറ്റ് പഠിച്ച് 3 മാസം ഇവിടെ വന്ന് പഠിച്ചു, 3 മാസം ഇവിടുന്ന് ടീം പോയി ബോംബെ പോയിട്ട് അവിടെ നിന്ന് ചെയ്ത് കളരി പ്രാക്ടീസ് ചെയ്ത് അത്ര പെർഫെക്ഷൻ. പിന്നെ ഇതിൻ്റെ ക്യാമറാമാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എസ് കുമാർ. അതെ, ഇതിൻ്റെ ക്യാമറ വർക്ക് കണ്ടാലറിയാം. ഇപ്പം ടീസർ ഇന്നലെ ഇറങ്ങി, അത് കണ്ടാലറിയാം. അതെ, അതൊരു ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതൊരു ട്രീറ്റായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കണ്ടത് എല്ലാ പ്രായപരിധിക്കുള്ള ആൾക്കാർക്കും ഇതൊരു ട്രീറ്റാണ്. ഒരു ന്യൂ ജനറേഷൻ. അതെ, ഇറ്റ്സ് ഓൾ ജനറേഷൻ മൂവി. ദർ ഇസ് എ ഫാമിലി സ്റ്റോറി ഇൻ ഇറ്റ്. There is a romance in it. There is a action sequence which I've never seen in any of the Indian movie. Okay. Our screenലേക്ക് എത്തുകയാണ്. All the very best, sir. Thank you so much. ചന്തു ചേകവരുടെ കഥ പറയുന്ന വീരം എന്ന ചിത്രത്തിൽ കുട്ടിമാണിയെ പ്ലേ ചെയ്ത the very beautiful Divina Thakur നമുക്കുണ്ട്. Hi. Thank you, Vishnu. You are looking great. Thank you. Okay. How was your experience as Kutimani? Oh, it was lovely. Kutimani is a character inspired from Lady Macbeth. By Shakespeare. Yes. And Kutimani has amazing shades to it, you know. Yes. She's greedy, she's ambitious for power. Yes. And yet she loves a man, she wants a man to grow in life, and then she dies a very guilty death. Very intense. Yeah, very intense. So it was an amazing experience. I think I'm very lucky to play Kutimani. Okay. How did you land in this project? I have done many commercials before. I've done commercials here in Bombay, and casting directors, the director, she happened to show my commercials to sir, and sir called me for a meeting. I met him. We talked about world cinema. He was very surprised to know that I already know Kalaripayat, which is a very integral part of Veeram. Oh, you know Kalaripayat? Right? Yeah, for 4 years I've been learning. Yeah, great. Yeah. So he said the same thing. Great. So that was one of the add-on advantages I had, you know, to get the role. And yeah, we did the look test, we did a couple of readings, and I got the role. Okay. How is it working with our versatile filmmaker Jairaj sir? Oh, he's an amazing director. He's so liberal, you know. As a director, he gives you that leash to perform and understand the scene by yourself. Okay. When I asked so what should I do to prepare Lady Macbeth, any inputs from your side, because you're a director? He said 2 things, Divina. First is meditate, and second, sleep well. I'm like, so. He said, yeah. These are the preparations for you. Yeah. And actually, that helped me, you know, because when you're in your control, when your emotions are in control, you perform really well. Okay. And on the sets, he was so liberal. He was very kind and nice. And I think we shot the entire film so smoothly because he himself is very calm. Okay. I said it yesterday also during the audio launch that he has a very very storm-free attitude. Okay. Any emergencies, anything during the shoot, he's always calm. Cool. Okay, we'll do it. Experience, yeah. Yeah, he's so cool. And I always ask him, sir, how do you manage it? How do you manage it? And he's like, Divina, you will learn someday. I'm like, okay, sir. So it was great working with Jairaj sir. Okay. Yeah. How did you achieve the internal characterization of this movie, of Kutimani? Yeah, it was very emotionally. It was very draining for me. Yeah. Because as a person, I'm very colorful. I talk a lot. I'm very positive. Joyful. Yeah, very joyful. And Kutimani is very intense. She's voluptuous. She's hot. She's greedy. She's, so emotionally, it was very draining for me as an actor. But and they killed somebody in the film and all that, you know. Okay. So it was a lot of preparation. So I had to read the play a lot because every time you read a Macbeth play, it's a different perception you get all the time. Yes, I watched almost all the films. And enormous dimensions. Yeah.
And then I wrote my characterization in diary, which was around like 2 pages. Okay. And then I kept reading those 2 pages for the entire shoot. So that kept me going, living the Kuttimani during the shoot. It was lovely. Okay. Yeah. How was you working with the technicians, S. Kumar, and how was S. it? Kumar sir is so great. He is a genius. He really knows how to play with the natural light, and the way he has made me look so beautiful on screen. I'm so thankful to S. Kumar sir. I think the technicians down south are very strong. They know their job really well. Yes. And the best part is when you're on the sets, everything is so silent. So clear. Everybody is doing their own jobs. We start shoot at 4 o'clock in the morning, finish sharp 6 o'clock. Everything was so smooth. So all the technicians were very good. Alan Poppleton, who had come from New Zealand to do the fight choreography, he was very good. Trev Proud has done our makeup. Okay. So there were so many senior people around me. Kunal was such a great co-actor. So I'm really lucky to have such great experienced people around me from whom I've learned a lot. It was a great experience. Okay. Is there any culture shock while you're walking down south? Culture shock? No, it's not a It's shock. Vadakan Paattukal, Kalari. No, in fact, I really like coming to south, you know. So when we were shooting Trivandrum, I actually bought the mundu. Oh. I went to Padmanabh Swami in the morning at 4 Kshetram? o'clock, for the prayers. Okay. And I love the culture down south. It's so beautiful. You know, the temples are so clean, so nice. They have amazing vibes and energies to it. People are so humble. There's a lot of humility here. Oh. The air is very clean. It's nice. I like Okay. it. Okay. So it's Thank never a you. shock, yeah. Anyway, thank you so much for being with us Thank and you, wishing Vishnu. you It's pleasure. all the very best for Thank you so Kuttimani. much. Thank you. വീരം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നമുക്ക് കാര്യമായ മുഖവരകളൊന്നും വേണ്ട. വൺ ഓഫ് ദ വേഴ്സറ്റൈൽ ഡയറക്ടർ ദാറ്റ് വി ഹാവ്. ഓക്കെ. അപ്പോൾ ജയരാജ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് സ്ക്രീനിലേക്ക് ഹിറ്റ് ചെയ്യാൻ പോകുന്നു. വാട്ട് യു ഫീലിംഗ് നൗ? അത് പറഞ്ഞറിയിക്കാനുള്ള എഴുതേണ്ടി വരുമല്ലോ സാർ? ഒരു വർഷമായിട്ട് ഓക്കെ. കഴിഞ്ഞ വിദ്യാരംഭത്തിന് തുടങ്ങി, ഏതാണ്ട് ഈ വിദ്യാരംഭം ആയപ്പോഴേക്കും അപ്പോഴേക്കാണ് പൂർത്തിയായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു തപസ് എന്ന് വേണം പറയാം. യെസ് യെസ്. സാധാരണ ഞാൻ ചെയ്യാറുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്ത് തന്നെ. അപ്പോൾ തന്നെ ഇതിൻ്റെ നമ്മളതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും അതിന് ഓരോ രീതിയിൽ വന്നു ചേർന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എത്രമാത്രം സ്ട്രെയിൻ എടുത്തു എന്നുള്ളതൊക്കെ ഇപ്പം മനസ്സിലാകുന്നു. ഓക്കെ. മറ്റ് സിനിമകളിൽ പലപ്പോഴും മേ ബി 1, 2, 3 മാസം കൊണ്ട് തീരുന്ന സിനിമയായിരിക്കും. ഇത് പക്ഷേ ഇതിൻ്റെ സ്വപ്നം കണ്ടത് തന്നെ 5-6 വർഷങ്ങൾക്ക് മുൻപാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് ഒരിക്കലും നടക്കും എന്ന് വിചാരിച്ചു വീണ്ടും അത് ഷെൽവ് ചെയ്തു. സാർ എനിക്ക് തോന്നുന്നു സാറ് മറ്റ് സിനിമകൾ ചെയ്യുന്ന സമയത്തും ഇതുണ്ട്. കാരണം ക്യാമൽ സഫാരിയുടെ ഒക്കെ പ്രൊമോഷൻ വരുമ്പോഴും സാറ് ഇതിനെ മെൻഷൻ ചെയ്തിരുന്നു, ഭയങ്കരമായിട്ട് താലോലിച്ചിരുന്നു. അതെ അതെ. അന്ന് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് എൻ്റെ സ്റ്റോറി ബോർഡും കഴിഞ്ഞ് ലൊക്കേഷൻ കണ്ട് കാത്തിരിക്കുകയാണ്. കാരണം ഇത് അങ്ങനെ ഒരു ചെറുതായിട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ചെയ്യണം, അങ്ങനെയുള്ളൊരു ഡ്രീമായിരുന്നു. അപ്പോൾ അത് ഭാഗ്യവശാൽ ചന്ദ്രമോഹൻ എൻ്റെ ഒരു പഴയ സുഹൃത്ത് നിർമ്മിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറയാം. ഓക്കെ സാർ. സാർ ഇത് മാക്ബത്തിൻ്റെ അഡാപ്റ്റേഷനാണ്. സാറ് വളരെ സക്സസ്ഫുള്ളായിട്ട് അഡാപ്റ്റേഷൻസ് ചെയ്തു. ഒത്തല്ലോ, കളിയാട്ടം ഒക്കെ എന്താ പറയുന്നത്, നമുക്ക് മലയാള സിനിമയിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന സിനിമകളിലൊന്ന് തന്നെയാണ്. സാർ ഈ അഡാപ്റ്റേഷൻ എന്ന സ്ട്രക്ചർ നമുക്കൊരു യൂണിവേഴ്സൽ ഇത് കിട്ടാൻ വേണ്ടി ആണോ സാർ പ്രിഫർ ചെയ്യുന്നത്, അതോ അതിലെ സ്ട്രെങ്ത് ആയിരിക്കും? ഇല്ല, എന്നെ ഇൻസ്പയർ ചെയ്തത് കുറോസാവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് ആണ്. ഓക്കെ. അപ്പം മാക്ബത്തിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ അഡാപ്റ്റേഷനും ത്രോൺ ഓഫ് ബ്ലഡാണ്. അപ്പം ഈ കുറോസാവയുടെ തന്നെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പം അന്ന് എപ്പോഴും ഒരു മാസ്റ്റർ പീസ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ക്ലാസിക് ആയതെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു മാസ്റ്റർ പീസ് ഉണ്ടായി കഴിയുമ്പം എന്തുകൊണ്ട് നമുക്കും ഒന്ന് അതിനെ ഒരു അഡാപ്റ്റേഷൻ, കാലത്തെ അതിജീവിക്കുന്ന ഒരു ഘടകം ഷേക്സ്പിയൻ നാടകങ്ങളിൽ പ്രത്യേകിച്ചും ട്രാജഡികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്നും ഇന്നും നിലനിൽക്കുന്ന പ്രസക്തിയുള്ള എലമെൻറ്റ്സ് ഒന്നുകിൽ ഹ്യൂമൻ ഇമോഷനാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവോക്കിംഗ് എലമെൻ്റ് ആയിരിക്കും.
നമുക്കതിൽ ഉള്ളത്. അപ്പം ഈ ഒഥല്ലോയിൽ പ്രത്യേകിച്ചും ഒഥല്ലോ ഞാൻ സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടാണ് ഞാനത് എനിക്കിഷ്ടമാകുന്നത്. ഭയങ്കര ഒരു അപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു വിങ്ങൽ, ഒരു വേദന നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരേ സമയം ഭാര്യയെ സ്നേഹിക്കുകയും അയാളെ അതേസമയം അവളെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവൻ്റെ പൊസസീവ്നെസ്സിൻ്റെ ഒരു വല്ലാത്ത ഒരു ഫീല് കഥാപ്രസംഗ രൂപത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നു. പിന്നീട് ഞാൻ സിനിമ കുറച്ചുകൂടെ ഈ അഡാപ്റ്റേഷൻസൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഷേക്സ്പിയർ നാടകങ്ങൾ അഡാപ്റ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വരുന്നു. അങ്ങനെയാണ് ഒഥല്ലോ ചെയ്യുന്നത്. പിന്നീട് കണ്ണകി, ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയാണ് കണ്ണകി. മാക്ബത്ത് ചന്തുവിലേക്ക് വരുന്നത് ഒരുപാട് വളരെ യാദൃശ്ചികമാണ്. കാരണം മാക്ബത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ലോകം കണ്ട ഏറ്റവും ചതിയനായ കഥാപാത്രമാണ് മാക്ബത്ത്. അപ്പം നമ്മുടെ ഞാനപ്പോൾ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കും, എങ്ങനെ ഒരു ഏത് ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പം ഒഥല്ലോ തെയ്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പം തെയ്യം കലാകാരൻ്റെ മനസ്സിലുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരേ സമയം ദൈവമായും മനുഷ്യനായും മാറുന്ന അവൻ്റെ മനസ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ബാക്ക്ഗ്രൗണ്ട് പറയും എന്നുള്ള ചിന്തയിലാണ് ചന്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ചതിയുടെ സിമ്പിളായിട്ടാണ് ചന്തുവിനെ കണ്ടിട്ടുള്ളത്. കാരണം അതെ, കാരണം വടക്കൻ പാട്ടുകളിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അത് എല്ലാ പാട്ടുകളും ചന്തുവിൻ്റെ ചതിയെ ചുറ്റിപ്പറ്റിയാണ്. അപ്പം അതിൻ്റെ വേറെ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ നമ്മളുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചന്തു ചതിയനാണ്. അപ്പോൾ നമ്മളിൽ അത്രയും മാക്ബത്ത് പോലെ മാക്ബത്തിനോട് സമാനമായ ചതിയുടെ സിമ്പിളായിട്ടുള്ള ഒരു കഥാപാത്രം നിലനിൽക്കുന്നു ചന്തു. അപ്പം മാക്ബത്തും ചന്തുവും തമ്മിൽ ചിന്തിച്ചപ്പോൾ എല്ലാം വളരെ എളുപ്പമായിരുന്നു. കാരണം ചന്തുവിൻ്റെ ആ മാനസികാവസ്ഥ മാക്ബത്തിനുണ്ടായ അതേ മാനസികാവസ്ഥ, അമിതമോഹവും അല്ലെങ്കിൽ അവൻ ചെയ്ത അതെ ഒരു 18 കളയ്ക്ക് ചേകവനാകാൻ വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരുപക്ഷെ ആരോമലിനേക്കാളും കഴിവുള്ള ചേകവനാണ് ചന്തു. പക്ഷേ അർഹിക്കുന്ന ലെവലിൽ അവന് വരാൻ പറ്റുന്നില്ല. അവൻ ആഗ്രഹിച്ച പെണ്ണിനെ നേർച്ച അവന് ഇഷ്ടപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്തെ വിവാഹം കഴിച്ചു, പക്ഷെ അവന് കിട്ടിയില്ല. പിന്നെ അവനിലുള്ള ആ വല്ലാത്ത അമിതമായ ആഗ്രഹം, പിന്നെ എവിടേക്കോ ഒരു അനുഭവിച്ച വേദനയുടെ അവസ്ഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കറക്റ്റാണ് മാക്ബത്തിൻ്റെ ഫീൽ, ആ ഒരു തേസ്റ്റ്. പിന്നെ മാക്ബത്തിനെക്കാട്ടിലും ശക്തമായ കഥാപാത്രമാണ് ലേഡി മാക്ബത്ത്. അപ്പോൾ ലേഡി മാക്ബത്തിന് സമാനമായി ഇവിടെയുണ്ട്. കാരണം അരിങ്ങോടരുടെ മരുമകൾ കുട്ടിമാണിയാണ് ഇരുമ്പാണി തട്ടി മുളയാണി വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം അത്രയും വലിയ ചതി ചെയ്യാനായിട്ട് ചന്തുവിനോട് പറയുന്നത്, ചന്തുവിനെ പ്രേരിപ്പിക്കുന്നത് കുട്ടിമാണിയാണ്. അപ്പം ലേഡി മാക്ബത്തിന് സമാനമോ അതിനേക്കാളും ശക്തവുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ വരുന്നു സിറ്റുവേഷൻസ്. അപ്പോൾ മടിയിൽ കിടന്നുറങ്ങുന്ന ആരോമൽ, ഏറ്റവും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരോമൽ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഏറ്റവും വലിയ ചതി. രാജാവ് മാക്ബത്തിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങാൻ വരികയാണ്. രാജാവ് വീട്ടിൽ അന്തി ഉറങ്ങുമ്പം ലേഡി മാക്ബത്ത് പറയാണ്, ഇതാണ് സമയം, ഇതാണ് അവസരം, ഇതുപോലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല, ഇന്ന് നീ ചെയ്താൽ നീ രാജാവാ. അപ്പോൾ ആ മുഹൂർത്തം, അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന രാജാവിനെ കുത്തിക്കൊല്ലുക. അപ്പം വളരെ സമാനതകളുണ്ട് മാനസികാവസ്ഥയ്ക്കും ആ പ്രേരിപ്പിക്കുന്ന ശക്തിക്കും എല്ലാം. അപ്പം ബാക്കി പിന്നെ എല്ലാം ഈസിയാണ്. നമുക്ക് നമ്മളുടെ കൾച്ചറുണ്ട്. കാരണം കളരി എന്ന് പറയുന്നൊരു വലിയൊരു ബാക്ക്ഡ്രോപ്പ് നമുക്കുണ്ട്. ലോകത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ആയോധന വിദ്യ നമ്മളെ പറയാം 6-ാം നൂറ്റാണ്ടിലാണ് കളരി ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് അത്രയും ശക്തമായ ആയോധന വിദ്യയുടെ പശ്ചാത്തലം. എല്ലാ വീട്ടിലും കളരിയുണ്ട്. എല്ലാ ചേകവനും അവൻ്റെ ചോറും കൂറും വാളിന്മേന്ന് പറയും. കാരണം അത്രമാത്രം ശക്തമാണ് അന്നത്തെ ജീവിത രീതി. അല്ലെങ്കിൽ ചേകവന്മാർ മറ്റുള്ളവർക്ക് വേണ്ടി പരസ്പരം അംഗം വെട്ടി മരിക്കുന്നവരാണ്. എന്നാൽ അവനറിയാം അതിൻ്റെ തീക്ഷ്ണത, അല്ലെങ്കിൽ ആ ആയോധന വിദ്യയുടെ എത്രമാത്രം അവൻ ഉൾക്കൊള്ളണം എന്നുള്ള അവനറിയാം. അപ്പം ആ പ്രാധാന്യം അത് ലോകത്തിന് അറിയിക്കാം നമുക്ക്. കാരണം ലോകത്തിൽ അറിയാത്ത, ഇപ്പോൾ കരാട്ടയും കുംഫും ഇതിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് പോലും അതൊക്കെ അതിന് കിട്ടിയ പോപ്പുലാരിറ്റി ഒന്നും എന്തുകൊണ്ട് കളരിക്ക് കിട്ടുന്നില്ല. അപ്പം കളരിയുടെ ഒരു എക്സ്പാൻസ്,
അതിനോടൊപ്പം നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി പോലും കളരിയെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതൊരു അങ്ങനെ ഒരു സ്പേസ് സാറിന് ഭയങ്കര അതൊരു വലിയൊരു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ഡെമോൺസ്ട്രേറ്റിംഗ് ഡാൻസ് പോലെയാണ് പലപ്പോഴും ഇവിടെ കളരി കാണിക്കുന്നത്. കാരണം ഒരു ഓണാഘോഷം വരുമ്പോഴോ എന്തെങ്കിലും വിദേശികളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചുമ്മാ ഒരു ഡാൻസ്, അതല്ല ഇതൊരു ഭയങ്കര ഒരു ആർട്ടാണ്. അതൊരു മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഫോമാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു ആയോധന വിദ്യ അതിനെ അർഹിക്കുന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നൊരു പ്ലെയിനാണിത് ഒന്നത്. പിന്നെ കഥാപാത്രങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ, ഷേക്സ്പിയർ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ വൈസ്. അല്ലാതെ കഥാപാത്രങ്ങൾ നമുക്കുണ്ട്, വടക്കൻ പാട്ടിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വിസ്ഫോടനം പോലെ ഒരു പക്ഷേ സംഭവിക്കാവുന്ന ഒരു അത്ഭുതമായിരിക്കും ഈ സിനിമ എന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ സാറ്, ഈ സിനിമയിൽ അതായത് മാക്ബത്ത് എങ്ങനെ വീരമായി മാറി എന്നുള്ള പ്രോസസ്സാണ്. അതിൽ കാസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറ് ഒരു സൂപ്പർ സ്റ്റാർഡം ഉള്ള ആളുകളെ സമീപിക്കാതെ എന്താ പറയുന്നത്, ഇതിന് അത്രയധികം വർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിൻ്റെ പെർഫെക്ഷൻ. അപ്പം എന്തുകൊണ്ട് വൈ കുനാൽ സാർ പ്രിഫർ ചെയ്തു? അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ആയോധന വിദ്യ ആണ്, കളരിക്കാണ് പ്രാധാന്യം കൂടുതൽ ഒന്ന്. അപ്പോൾ ഈ നമ്മൾ കാണുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നോ ചേകവൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ വാളിൻ്റെ ഡിസിഷനിലാണ് അതിൻ്റെ അപ്പം അത്രയുമുള്ള ഒരുത്തവൻ അത്രയും ഫിസിക്കലി ഫിറ്റായിരിക്കും അല്ലേ? അത്ര ഒരു ആയുധം അഭ്യസിക്കുന്ന ഒരുവൻ അവൻ അത്രയും സമയം പ്രാക്ടീസ് ചെയ്യുന്നവനായിരിക്കും. അതെ, എന്നാലും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ മനനം ചെയ്ത് അങ്ങനെ ഒരു അപ്പോൾ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ അത്രമാത്രം ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ഒരുപാട് എന്താണ് ഒരു നമുക്ക് ഫീൽ ചെയ്യണം, സ്ട്രെങ്ത് ഫീൽ ചെയ്യണം. ഇപ്പോൾ ആരോമൽ, അരിങ്ങോടർ അല്ലെങ്കിൽ ചന്തു എന്നൊക്കെ പറയുമ്പോഴല്ലോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണം അത് അത്രയും മസ്കുലിൻ മാത്രമല്ല, അവൻ്റെ ഒരു ആകാര സൗഷ്ഠവം എന്ന് പറയുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഹോളിവുഡ് സിനിമകളിൽ ഉള്ള കാസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിൽ സിനിമകളിൽ കാസ്റ്റിംഗ് നമ്മൾ കൊടുക്കാറില്ല? കാരണം നമ്മൾ വളരെ ലാഘവത്തോടെ അതിനെ സമീപിക്കുന്നു. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അപ്പിയറൻസ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം മെനക്കെട്ട് ഫിസിക്കലി അങ്ങനെ ആവാൻ ശ്രമിക്കും. എനിക്ക് ഇവിടുന്ന് ഒരു സിനിമ നമ്മൾ ഇന്റർനാഷണലി, അതായത് ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഇന്റർനാഷണലി എടുത്ത് പൊട്രേ ചെയ്യാൻ നമുക്ക് പറ്റാത്തതും ഇതിന്റെ ചില കാരണങ്ങളായിരിക്കും. സാറ് പറഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ്, ഡെഡിക്കേഷൻ്റെ ഒരു പ്രശ്നം. നമ്മൾ അതിനുവേണ്ടി ഇപ്പം ഞാൻ എൻ്റെ ഇത്രയും സിനിമകളിൽ ഞാൻ ഒരു വർഷം മാറ്റി വെക്കാൻ കഴിഞ്ഞ ഈ ഒറ്റ സിനിമയ്ക്കാണ്. അപ്പം എൻ്റെ നമ്മളുടെ അപ്രോച്ചിൻ്റെ ഒരു ഇതുണ്ട്. കാരണം അവിടെ ഒരു സിനിമ 4-5 വർഷം എടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം അത്രയും ഡെഡിക്കേഷൻ ഉണ്ട് അവിടുത്തെ. ഇപ്പം നമ്മൾ കണ്ട ടെക്നീഷ്യൻസൊക്കെ അതിനോട് സമീപിക്കുന്നത് അങ്ങനെയാണ്. അവളെല്ലാം ആക്സസബിൾ. നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ടെക്നീഷ്യനെയും ഏറ്റവും ഓസ്കർ വിന്നേഴ്സ് ആയിട്ടുള്ളവരെയൊക്കെ നമുക്ക് കാണാനും അവരോട് നമ്മൾ അവതരിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ. അങ്ങനെ അപ്പം ഇങ്ങനെ ഒരു യൂണിവേഴ്സാലിറ്റി ഉള്ളൊരു അപ്പിയറൻസ് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഒന്ന് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ട്രയലിംഗിലാണ്. അപ്പം ഹിന്ദിയിൽ റിലീസ് ചെയ്യണം, അതേപോലെ ഇംഗ്ലീഷിലും ഹോളിവുഡിലും റിലീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സൽ ഫീൽ ആ ക്യാരക്ടേഴ്സിന് വേണം, ഫിസിക്കലിയും വേണം. അതുകൊണ്ടാണ് ഞാൻ കുനാലിലേക്ക് വന്നത്. കുനാലിൽ എനിക്കിഷ്ടമാണ്. കുനാൽ പുതുമുഖത്തെയാണ് നോക്കിയത് ഞാൻ. അപ്പം അതിൽ ഒരുപാട് നോക്കി, കിട്ടിയില്ല. അപ്പം കളരിയിൽ തന്നെ കളരി അഭ്യാസങ്ങളിൽ നോക്കി, ഇപ്പോഴും ഒരിക്കലും നമുക്ക് ആ ഒരു ടോട്ടൽ ഫീൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കുനാൽ ഈ രംഗ് ദേ ബസന്തിയിലൊക്കെ അഭിനയിച്ചു. എനിക്ക് അത്രയും പേരുണ്ടെങ്കിലും അമീർ ഖാനും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ എനിക്ക് ഇവനാണ് ശ്രദ്ധിച്ചത്. കാരണം ഇവൻ്റെ ഹൈറ്റും അവൻ്റെ ഫീച്ചേഴ്സ് ഒരു ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. അങ്ങനെയാണ് കുനാലിലേക്ക് വരുന്നത്. പിന്നെ അതിൽ ശിവജിത്ത് നമ്പ്യാർ അതിനകത്ത് ആരോമൽ എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അരിങ്ങോടർ എന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള നായരൻ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ കുട്ടിമാണി, ഇവരെല്ലാം നമുക്ക് ഭയങ്കര വൈബ്രൻറ്റ് ഫീൽ തോന്നുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ, കളരിയുടെ അന്തരീക്ഷത്തിൽ വരാൻ സാധ്യതയുള്ള രൂപങ്ങളാണ്. ഇപ്പൊ ഉണ്ണിയാർച്ച നമ്മൾ കണ്ടിട്ടുള്ള മാധവി വരെയാണ്. ഇതിൽ കുറച്ചുകൂടെ ഒരു ഫിസിക്കലി ഫിറ്റ്നസ് തോന്നുന്ന അവള് ഉണ്ട് കുറച്ചുകൂടെ. അവളുടെ ഭംഗിയുണ്ട്, എന്നാൽ ഭംഗിയേക്കാൾ കൂടുതൽ അവളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിന് ഇച്ചിരി സമയം. ബോഡി ലാംഗ്വേജ്. ഓക്കെ,
അപ്പോൾ സർ ഇത് വലിയൊരു പ്രൊജക്റ്റായിട്ട് ആലോചിക്കുന്ന ടൈം ഇപ്പോൾ ഈവൻ കളരിപ്പയറ്റിൻ്റെ ബാക്ക്ഡ്രോപ്പ് വടക്കൻപാട്ടിൻ്റെ ബാക്ക്ഡ്രോപ്പ് അപ്പോൾ ഇത് 3 ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ലോകത്തിന് മുന്നിൽ ഒരു സിനിമയ്ക്ക് വെക്കാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രൈലിംഗ്. കാരണം ഞാൻ ആദ്യം മലയാളമാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ മലയാളം ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പെൻസ് ഫാക്ടർ ഇപ്പം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെയുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലവേറിയ സിനിമയായിരിക്കും. കാരണം അത്രയും നമ്മൾ ടെക്നിക്കൽ പെർഫെക്ഷന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇതിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫി, അതുപോലെ തന്നെ മേക്കപ്പ്, ഇത് കളറിസ്റ്റ്, സൂപ്പർവൈസർ, പിന്നെ മ്യൂസിക്. അപ്പോൾ ഇങ്ങനെയുള്ള മേജർ ആസ്പെക്ട്സിൽ മുഴുവൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇത് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കണമല്ലോ ആ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് മലയാളത്തിൽ മാത്രം ഇത്രയും എക്സ്പെൻസ് നമുക്ക് ഒരുപക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൻ്റെ ഹിന്ദിയും അതിൻ്റെ പൊട്ടൻഷ്യൽ ആലോചിച്ചു. പിന്നെ അങ്ങനെ അത്രയും നമ്മൾ വിപുലമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇംഗ്ലീഷിലും നമുക്ക് അപ്രോച്ച് ചെയ്യില്ല. കാരണം ഷേക്സ്പിയറിയൻ പ്ലേ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതിലേക്ക് ഗ്രോ ചെയ്താൽ. ഓക്കെ. അപ്പോൾ എന്തായാലും സർ വീര എന്ന സിനിമ എന്താ പറയുന്നത് നമുക്ക് ആസ് എ മലയാളി ഒരു മൂവി ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സബ്ജക്റ്റ് വെക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ആസ് എ മലയാളി ഐ ആം പ്രൗഡ് ഓഫ് യു ആൻഡ് വിഷിംഗ് യു വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ചന്തു ശേഖവറുടെ കഥ പറയുന്ന വീരം എന്ന ചിത്രത്തിലെ സാക്ഷാൽ ചന്തു ശേഖവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദ പ്രോമിസിംഗ് യങ്സ്റ്റർ കുനാൽ കപൂർ. Hello, hi. Hi, how are you? We are very happy to have you. Well, I'm happy to be here. Okay, how is your Malayalam right Well, right now it's a little rusty. Okay, so you're playing Chandu Shekhar here. Right. And, what are the factors that you like to choose or take up that challenge? Well, firstly, of course, was the opportunity to work with a amazing director like Jairaj sir. Yes, our versatile director. He's amazing. I've watched a lot of his work and loved his work. So it was a chance to work with him. And secondly, what I found really interesting about the script was that Jairaj sir had taken a story like Macbeth and the legend of Chandu Shekhar, and he's put it together in a really sort of interesting story. And thirdly, of course, was the chance to play a character like this. Yes. I mean, how often do you get a chance to play a character that goes from being a honest warrior to being somebody that's seduced by power and greed, and somebody who becomes a ruthless tyrant. So for any actor, I think this is a dream role. The chance to play so many different shades and such a variety of a role, I think is not an opportunity you get often. Okay, now the trailer is out and right. It has Did you see it? Yeah, it's great. Yeah. And it has raised more expectations about the movie. Right. And how did you achieve the external physical characterization of the Well, movie? there was a lot of work that went into that. I mean, I hit the gym for 5-6 months because Jairaj sir wanted me to look physically intimidating. Okay. So I put on a lot of muscle. It was one thing to put on the muscle, but it's also very difficult to maintain it when you're shooting 17-18 hours a day. Oh. So I had to actually break out my. It was not a cakewalk for you, right? It wasn't a cakewalk at all. So I actually split my workout while shooting into 3 parts. I used to do 20 minutes before the shooting, 20 minutes at lunch, and 20 minutes post the shooting. And sometimes we had shot 17-18 hours a day. So you were so tired that you didn't feel like going through the last 20 minutes. So yeah, physically it was very challenging. Also, of course, learning Kalaripayat, which is very, very challenging. Especially, we have a lot of weapons that we've used in the film. Yeah. So there was a lot of weapon training involved, swords, urmi. Oh, urmi. The urmi, I mean, I was cut all over my forearms and stuff when I started off. Okay. So yeah, it's been physically very, very difficult. Yeah. Okay. Then you're working down south first. Right. Your right. first non-Bollywood movie, right? Sure. Yeah. Okay. Is there any culture shock while working down south? No, I mean, why would there be a culture shock? It's the same country, you know. Same country. I mean, I've been to Kerala so many times before. Okay. I've come here for a holiday. I've come here for a shoot. I've come here to do a theatre course.
You know, I've been here a lot of times before, so there was no culture shock. In fact, in this film, we had people that were working from all across the world. We had an action director from New Zealand. We had a makeup person from LA. Music, the colorist. Yes. We also had actors that had come in from Dubai. I was from the north, Bombay. We had actors from down south as well. So there were so many people from different places that came together to make this possible. And I think the thing that bound all of us together was our love for movies. Okay. I think, you know, the common language that we all speak is the language of the movies. And Okay. when This you is actually this movie is trilingual. Right. English and Hindi, both are comfortable for Right, you. But, right. How about Malayalam? Well, it was very difficult, really, because I mean, Malayalam, first of all, is a beautiful and poetic language, but it's also very difficult to learn. Yes, yes. I think if you know Malayalam, then you can learn any other language really easily. So it was very challenging, but we luckily had a couple of months for preparation. No. So we had a language coach that came and worked with us for a couple of months before we got into the film. Okay. And I think that made it a lot easier. ഓക്കെ അപ്പോൾ സി ഇന്നിപ്പം പ്രേക്ഷകരോടാണ്. കുനാൽ കപൂർ വീര എന്ന ചിത്രത്തിൽ അറിയാം ചേകവർ ചന്തുവിനെ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ what do you want to tell about tell to the viewers about that movie? Well, your expectations. You know, I think I got really lucky that I had a chance to be part of Jairaj sir's dream. This is a film that he's been dreaming of for years. In fact, the first time I met him, he had a sketchbook in which he had all these beautiful drawings that he had made over the years of how this character should look, how the place should look, how the world of the movie should be in. And I was stunned at how much work he had done on it. Now, so my expectation really is that this is going to be a film that is going to reach out to not only people across this country, but also people across the world. And I feel like we've all put in our heart and soul into this. It's a beautiful story, and I think it's been told in a beautiful sort of way. So I'm sure people are going to really enjoy this one. Anyway, thank you so much for being with us. Thank you. Thanks so much. കളരിയുടെയും വടക്കൻ പാട്ടിൻ്റെയും ബാക്ക്ഡ്രോപ്പിൽ ഒരു എപ്പിക് ഹിസ്റ്റോറിക് ഡ്രാമയാണ് വീരം. വീരം എന്ന ചിത്രം എത്രമാത്രം എന്താ പറയുന്നത് കഷ്ടപ്പാടിലൂടെയും അല്ലെങ്കിൽ എത്രമാത്രം പ്രൊഫഷണലി അവർ വർക്ക് ചെയ്തതാണെന്നുള്ള കാര്യം ആക്ടേഴ്സും ഡയറക്ടറും ഒക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. സോ ഇത് ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടൊരു മൂവി ആകട്ടെ എന്ന് ഓൺ ദ സ്പോട്ട് ആശംസിക്കുന്നു.